മലയാളികൾക്ക് ഓണമുണ്ണാൻ ചെലവേറും. കറണ്ടും ചെലവേറും, ഓണവും ചെലവേറും. തമിഴ്നാട്ടിലെ കൃഷി പ്രതിസന്ധിയിലായതോടെ പച്ചക്കറികൾക്ക് വില കുതിച്ചുയരുകയാണ്. ഓരോ ഇനത്തിലും ഹോൾസെയിൽ വില 100 കടക്കുമെന്നാണ് തമിഴ്നാട്ടിലെ കർഷകർ പറയുന്നത്. അതപ്പോൾ 125, 130 ആയിരിക്കും അതിർത്തി കടന്നു വരുമ്പോൾ. മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം ലഭിക്കാത്തത് തമിഴ്നാട്ടിലെ കൃഷിക്ക് പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ് രാഹുൽ. നമുക്ക് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ട് വരാം. കാലാവസ്ഥാ വ്യതിയാനവും കൂടാതെ കേരളത്തിൽ മഴ കുറഞ്ഞതും മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരാത്തതുമൊക്കെ തമിഴ്നാട്ടിലെ കാർഷിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുറേയധികം റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് നമ്മളുള്ളത് ചിന്നമന്നൂർ മാർക്കറ്റിലാണ്. മധ്യ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് എത്തുന്ന ഒരു മാർക്കറ്റാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം അടക്കമുള്ള കടകളിലേക്ക് ഈ കാണുന്ന ചിന്നമന്നൂർ മാർക്കറ്റിൽ നിന്നുമാണ് പച്ചക്കറികൾ എത്തുന്നത്. ഇനിയിപ്പോൾ ഓണത്തിന് കേവലം 1 മാസം മാത്രമാണ് ബാക്കി. ഇതിലൂടെ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് മനസ്സിലാക്കിയിടത്തോളം ഓണത്തിന് മലയാളികൾ ഓണം ഉണ്ണുമ്പോൾ അല്പം കൈപൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ വ്യാപാരികളാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ஆனால் வெஜிடபிள் ப்ரைஸ் ஜாஸ்தியா? ரொம்ப அதிகமாக இருக்குது. மழை இல்லை. எல்லா பச்சைக்கறியும் ரேட் ரொம்ப அதிகமாகிருச்சு. கிட்டத்தட்ட 5 மடங்கு அதிகமாகிருச்சு. இப்போ உதாரணத்துக்கு இந்த பச்சை உள்ளி 20 ரூபா விற்ற உள்ளி இன்றைக்கி 50 ரூபா, கோவைக்காய் 20 ரூபா விற்ற கோவைக்காய் இன்றைக்கி 60 ரூபா. கிட்டத்தட்ட ஒரு 15,000 ஏக்கர். மழை இல்லாதனால டேமில் தண்ணி இல்லை. ரெண்டாவது மழை ரொம்ப குறைஞ்சிருச்சு. விவசாயம் விவசாயம் ரொம்ப கம்மியாயிருச்சு. கிளைமேட் ரொம்ப சேஞ்ச் ஆயிடுச்சு. செடியெல்லாம் வைரஸ் விழுகுது. புதுசாக ஒரு நோய் வருது. இந்த மாதிரி நிறைய பிரச்சனை இருக்குது. ஓணത്തിന് மஸ்டாயும் ரேட்டு ஜாஸ்தியாகும். ஓணத்துக்கு கண்டிப்பாக விலை ரொம்ப அதிகமாக இருக்கும். ரொம்ப, அதாவது இன்றைக்கி 20 ரூபா விற்கிற பொருள் அன்றைக்கி 100 ரூபா இருக்கும். இங்கே ஹோல்சேல்லே இங்கே 100 ரூபா இருக்கும். உங்கள் கேரளாவில் கிட்டத்தட்ட 1 கிலோ பயிர் 200 ரூபா விற்கும் ஓணத்துக்கு. அந்த அளவுக்கு ரேட்டு. இந்த டைமிங்கில் வந்து மார்க்கெட் ஃபுல்லாக பச்சைக்கறியாச்சும் இருக்கணும். காயே இல்லை, கம்ப்ளீட்டாக இல்லை. சூடு ரொம்ப அதிகம். மே மாதத்தில் என்ன சூடு இருந்துச்சோ அந்த சூடு இப்போ இருக்குது. ரெண்டாவது ஒரு பிரச்சனை, டேமில் தண்ணி இருந்தாலும் ஆற்றுல தண்ணி வந்துச்சுன்னா, முல்லைப்பெரியாறு தண்ணி வந்தால் கிணறுகள்லாம் சப்ளை ஆகும். இந்த தடவை டேம்லேயும் தண்ணி இல்லை. நாங்கள் வந்து முல்லைப்பெரியாறில் அடுத்து வர காலங்களையாவது 152 அடி தேக்கணும். அந்த பேபி அணையை பலப்படுத்துறதுக்கு நீங்களாம் உங்கள் மக்களுக்கு புரிய வைங்க. இங்கே முல்லைப்பெரியாறில் தண்ணி இருக்குது. தமிழ்நாட்டு மக்களை விட கேரளா மக்களுக்கே ரொம்ப யூஸ் இருக்குது. அதை வச்சு அரசியல் பண்ணுறாங்க. அது பண்ணக்கூடாது. നമ്മൾ പച്ചക്കറിയുടെ വില ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആൾ പറയുകയാണ്, ആ ചേട്ടൻ പറയുകയാണ്, മുല്ലപ്പെരിയാറിൽ ഉറപ്പായിട്ടും 152 അടി ജലനിരപ്പ് ഉയർത്തണം. കാരണം അവിടെ 10 അടി ഉയർത്തുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ഇവിടുത്തെ കർഷകർക്ക് ലഭിക്കും. ഇവിടെ കർഷകർ വിളവെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് മലയാളികൾക്കാണെന്നാണ് പറയുന്നത്. എന്തായാലും മലയാളികളോട് ഒരു കാര്യം നേരത്തെ പറയുകയാണ്, കൃത്യം 1 മാസമാണ് ഓണത്തിനുള്ളത്. ഓണം ഉണ്ണാൻ ഇത്തവണ അല്പം കൈപൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അണ്ണം പറഞ്ഞതനുസരിച്ച് ரொம்ப ജാസ്തിയായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിൽ വിലക്കയറ്റം, പ്രത്യേകിച്ച് പച്ചക്കറിക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകും. ഇപ്പോൾ തന്നെ കിലോയ്ക്ക് 20-30 രൂപയും വെച്ച് ഓരോ ഐറ്റത്തിനും കൂടിയിട്ടുണ്ടെന്നാണ് ഈ ചിന്നമന്നൂർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത്. ചിന്നമന്നൂർ മാർക്കറ്റിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഏഷ്യൻ റിപ്പോർട്ട്. രാഹുലെ, പോന്നപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് പോന്നാൽ മതിയായിരുന്നു. ചുരുക്കത്തിൽ ഇത്തവണ ഓണം ഉണ്ണാൻ ചെലവേറും. ലോൺ എടുക്കേണ്ടി വരുമോ ഓണം ഉണ്ണാൻ? ഡോക്ടറിന് എന്തായാലും കുറച്ച് പച്ചക്കറി ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ 1 മാസം എന്തായാലും ആ പച്ചക്കറി ഇരിക്കില്ല. അതിനു മുമ്പ് തന്നെ ചീഞ്ഞു പോകും. എന്തായാലും കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. എന്തായാലും ഓണമാകാൻ 1 മാസം ബാക്കിയുണ്ട്. ഇപ്പോഴേ വല്ല പാവയ്ക്കയോ പയറൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ വലിയ കൈ പൊള്ളാതെ വലിയ പരിക്കില്ലാതെ നമുക്ക് ഓണം ഉണ്ണാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ വലിയ ചിലവില്ലാതെ ഓണം ഉണ്ണാം എന്നതാണ് ഇപ്പോൾ തന്നെ എടുത്തു പറയേണ്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ 30, 40, 50 രൂപയുള്ള ഓരോ പച്ചക്കറിക്കും ഓണമാകുമ്പോൾ 100 കടക്കും എന്നതാണ് അവിടുത്തെ വ്യാപാരികൾ പറയുന്നത്. അവിടെ ഹോൾസെയിൽ വില 100 രൂപയാണെങ്കിൽ അതിർത്തി കടന്ന് വണ്ടിക്കൂലി ഉൾപ്പെടെ ചിലവായി വരുമ്പോൾ ഇവിടെ ഒരു 120 രൂപ, 130 രൂപ വെച്ച് ഓരോ ഇനങ്ങൾക്കും നൽകേണ്ടി വരും എന്നതാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ഇപ്പോഴത്തെ ഹോൾസെയിൽ വില ഇങ്ങനെയാണ്. അരുൺ, സവോളയ്ക്ക് 40, കിഴങ്ങ് 25, ഉള്ളി 60, വെണ്ടയ്ക്ക് 30, പാവയ്ക്ക് 50, പയർ 40, ക്യാരറ്റ് 70, തേങ്ങ 45, മുരിങ്ങയ്ക്ക് 50, പടവലം 35, ചേന 40, ഇഞ്ചി 200. ഇങ്ങനെയാണ് അവിടുത്തെ ഹോൾസെയിൽ വില. അതിവിടെ വരുമ്പോൾ ഇപ്പോൾ തന്നെ 70, 80 ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓണത്തിന് 100 രൂപ കടക്കുമെന്ന് പറയുന്നത്. എന്തായാലും ഈ വൈദ്യുതി പ്രതിസന്ധി കൂടാതെ വൈദ്യുതിക്ക് വില കൂടാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ഈ പച്ചക്കറിക്ക് വില കൂടാൻ പോവുകയാണ്. അവിടെ യുദ്ധം നടക്കുകയാണ്. വീണ്ടും ഇന്ധനത്തിന് വില കൂടുമെന്ന ആശങ്കയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഓണം ആകുമ്പോഴേക്കും വലിയ ചിലവ് മലയാളികൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നതാണ് ഇപ്പോഴത്തെ സൂചനകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അരുൺ, ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചുരുക്കത്തിൽ ഇക്കുറി ഓണം ചെലവേറും എന്നുള്ള സൂചനയാണ് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.